തോട്ടിലെ മീനായാലും പുഴയിലെ മീനായാലും അതിൻ്റെ ഒരു യഥാർത്ഥ രുചി നഷ്ടപ്പെടാതെ ഒരു മീൻ കറിയും മീൻ ഫ്രൈയുമാണ് ഇന്നത്തെ റെസിപ്പി. സാധാരണ കടൽ മീനോ മറ്റു മീനുകളോ കിട്ടുമ്പോൾ പല വ്യത്യസ്ത രുചികളും പല മസാലകളൊക്കെ ചേർത്ത് പരീക്ഷിക്കാറുണ്ട്. എങ്കിലും പുഴമീൻ കിട്ടുമ്പം ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. അധികം മസാലയോ ചേരുവകളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ ഞങ്ങൾ വീട്ടിൽ ചെയ്തെടുക്കുന്ന രീതിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മീനിൽ അത്യാവശ്യം വഴുവഴുപ്പുള്ളതുകൊണ്ട് തന്നെ വെണ്ണീരിൽ മുക്കിയിട്ടാണ് എല്ലാം ക്ലീൻ ചെയ്തത്. എന്നിട്ട് കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ചെടുത്തിട്ട് ഉപ്പുകല്ലിട്ട് പല തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എനിക്കിത് നന്നാക്കാൻ കുറച്ച് പാടായതുകൊണ്ട് തന്നെ ഇക്കയാണ് എനിക്കിതെല്ലാം ക്ലീൻ ചെയ്ത് തന്നത്. മീനിൽ നിന്നും ഇത്രയും തന്നെ മീൻമുട്ട കിട്ടിയിട്ടുണ്ട്. ഇനി മീൻ പകുതി കറിക്കും പകുതി ഫ്രൈ ആക്കാനും വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈ ആക്കാനുള്ളത് ഒന്ന് വരയിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രൈ ആക്കാനുള്ളത് മസാല തേച്ച് വെക്കാം. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയെടുത്തതും അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും ഒരല്പം വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് മീനും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഞാൻ നന്നായിട്ട് മസാല കുഴച്ചെടുത്തിട്ടുണ്ട്. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഈ ടൈമിൽ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. ഇതിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇനി മീൻമുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനും വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിനനുസരിച്ച് കുരുമുളകും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അരിപ്പയിലിട്ട് ഒന്ന് കഴുകി എടുത്തതാണ് മീൻമുട്ട. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. മീൻ കറിക്കായി ഇത്രയും മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു മൺചട്ടിയിലേക്ക് 4 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും അതുപോലെ ഒരു 10 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ടിട്ട് വലിയൊരു തക്കാളിയാണ് ചെറുതാക്കി കട്ടാക്കിയതാണ് ഇതും കൂടി ഇട്ട് 2 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഇനി കറിക്ക് ആവശ്യമായിട്ട് മാറ്റി വെച്ച മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ളതും കറിക്കുള്ളതൊക്കെ മസാലയൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീൻമുട്ട ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെയാണ്. വെളിച്ചെണ്ണയിലേക്ക് മീൻമുട്ട ഇട്ടിട്ട് വളരെ തിന്നായിട്ട് ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. എങ്കിലും ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്നെടുത്തിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യാറ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേരുവ അതിൻ്റെ കൂടെ ചേർക്കാറുണ്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഈ ഒരു ഐറ്റം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരിച്ചും കൂടി ഇട്ടിട്ട് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം കൂടി വേവിച്ചെടുത്തിട്ട് ഇനി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി മസാല തേച്ച് വെച്ച മീൻ ഫ്രൈ ആക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചൂടായതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ മുഴുവനായിട്ടും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേവ് കറക്റ്റ് പാകമായി വന്നപ്പോൾ ഞാൻ തിരിച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് മീനിൻ്റെ ഒരു യഥാർത്ഥ രുചി തന്നെ കിട്ടും. വെളിച്ചെണ്ണ കുറവുള്ളത് കൊണ്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സാവധാനം കുക്കായിട്ട് വരട്ടെ. ഇനി കറി റെഡിയാക്കുന്നതും കൂടി കാണിക്കാം. ഇനി കറിക്കായിട്ട് നേരത്തെ മാറ്റി വെച്ച മീനിലേക്ക് കറിക്കനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഫ്ലെയിം ഓണാക്കി ഞാൻ അടുപ്പിൽ വെക്കുന്നുണ്ട്.
ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് മൂടി തുറന്ന് എല്ലാം ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഉപ്പോ എരിവോ ഒക്കെ ഒന്ന് പാകാണോ നോക്കാം. ഇതിലേക്കും തന്നെ കൂടുതൽ ചേരുവകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇഞ്ചി, കൊടുമ്പുളി, വളംപുളി ഇതൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. പുളിക്കായിട്ട് ഒരല്പം തക്കാളി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതന്നെ ഇതിന് ധാരാളം മതിയാവും. മസാലൻ്റെ ഒരു ആഡംബരമൊന്നും ഇല്ലാതെ ഇങ്ങനെ ലളിതമായിട്ട് ചെയ്യുമ്പോൾ മീനിൻ്റെ ഒരു യഥാർത്ഥ രുചി തന്നെ ഇതിന് കിട്ടും. മീൻ വറ്റി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് ഇനി മൂടി വെക്കുന്നുണ്ട്. കയ്യിലുപയോഗിക്കാതെ ചട്ടി കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഒരല്പം നേരം കൂടി ഈ ചൂട് ഇങ്ങനെ തന്നെ നിൽക്കും. ആ ടൈം കൊണ്ട് തന്നെ ഒന്നും കൂടി സെറ്റായിട്ട് കിട്ടും. പ്രത്യേകിച്ചൊരു ചേരുവയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഞാൻ ചെയ്തെടുത്ത രീതിയാണ് നിങ്ങളുമായി പങ്കുവച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് സഹാരി കുക്കിംഗ് എന്ന എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.